റിപ്പോർട്ടർ നാഷണൽ ബ്രേക്കിംഗ്. പ്രിയപ്പെട്ടവരെ, ദില്ലിയിലെ ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് RTOയും രാജ്യത്ത് പരിവാഹൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന വാഹനങ്ങളുടെ വിവരങ്ങളുമെല്ലാം കൃത്യമായിരിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വലിയ കൊള്ളയെ, ഒരു വലിയ സുരക്ഷാ വീഴ്ചയെ റിപ്പോർട്ടർ തുറന്നു കാട്ടുകയാണ്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നാഷണൽ ബ്രേക്കിംഗ് ആണ്. വാഹനത്തിന്റെ ഫോട്ടോയും 30 രൂപയും നൽകിയാൽ ഒറിജിനൽ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകുന്ന റാക്കറ്റ് രാജ്യത്ത് സജീവം. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ വാഹന പുക പരിശോധനയ്ക്ക് OTP നിർബന്ധമാക്കിയതോടെയാണ് സർട്ടിഫിക്കറ്റ് വാട്സപ്പ് വഴി നൽകുന്ന റാക്കറ്റ് സജീവമായത്. ഇരുചക്ര വാഹനത്തിന്റെ ചിത്രവും 30 രൂപയും നൽകിയാൽ മിനിറ്റുകൾക്കകം പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് മൊബൈലിലെത്തും. 50 രൂപ നൽകിയാൽ കാറിന്റെയും ബസിന്റെയും സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടും. കേന്ദ്ര സർക്കാരിന്റെ പരിവാഹൻ സൈറ്റിനെ പോലും വെല്ലുവിളിച്ചാണ് അന്തരീക്ഷ മലിനീകരണത്തിന് ഭീഷണി ഉയർത്തിയും രാജ്യസുരക്ഷയെ തന്നെ വെല്ലുവിളിച്ചും വാഹന പരിശോധന നടത്താതെയുമുള്ള സർട്ടിഫിക്കറ്റിന്റെ വിൽപ്പന. റിപ്പോർട്ടർ അന്വേഷണം. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ RC ബുക്കുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമാണ് കേരളത്തിൽ നിലവിൽ ഒരു വാഹനത്തിന്റെ പുക പരിശോധിക്കാൻ കഴിയുള്ളൂ. എന്നാൽ ധാരാളം വാഹനങ്ങൾ RC ബുക്കുമായി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ല. ഇത് മറയാക്കിക്കൊണ്ടാണ് കേരളത്തിന് പുറത്തുള്ള പുക പരിശോധന റാക്കറ്റ് കേരളത്തിലേക്ക് നിയമവിരുദ്ധമായി വാഹനങ്ങൾ പരിശോധിക്കാതെ വാട്സപ്പ് വഴി PDF ആയി പുക പരിശോധന സർട്ടിഫിക്കറ്റ് അയച്ചു നൽകുന്നത്. കോഴിക്കോട് നഗരത്തിൽ റോഡരികിൽ കിടക്കുന്ന നമ്മുടെ ഈ കാറിന്റെ പുകയൊന്ന് പരിശോധിക്കാം. വാഹനം ഒരു പുക പരിശോധന കേന്ദ്രത്തിലും കൊണ്ടുപോകുന്നില്ല. പകരം ഈ റോഡിൽ ഇട്ടുകൊണ്ട് തന്നെ ഈ വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത് പുക പരിശോധന റാക്കറ്റിന് വാട്സപ്പ് വഴി അയച്ചു നൽകുകയാണ്. കാറിന്റെ ചിത്രം അയച്ച് മിനിറ്റുകൾ കൊണ്ട് PDF രൂപത്തിൽ കാറിന്റെ പുക പരിശോധന സർട്ടിഫിക്കറ്റ് വാട്സപ്പിൽ PDF ആയി വന്നു. വെറും 50 രൂപയാണ്. അതും സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷമാണ് Google Pay വഴി ചാർജായി അവർ ഈടാക്കിയത്. കേരളത്തിലാണെങ്കിൽ 100 രൂപ നൽകണം. ഇനി കിട്ടിയ സർട്ടിഫിക്കറ്റ് ഒറിജിനലാണോ? കോഴിക്കോടുള്ള ഏതെങ്കിലും ഒരു പുക പരിശോധന കേന്ദ്രത്തിൽ പോയി അന്വേഷിക്കാം. കേന്ദ്ര സർക്കാരിന്റെ പരിവാഹൻ വെബ്സൈറ്റിൽ കാര്യങ്ങൾ പരിശോധിച്ചു. സർട്ടിഫിക്കറ്റ് ഒറിജിനലാണ്. വിവരങ്ങൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഹരിയാനയിലുള്ള ഒരു നന്ദൽ ബ്രാസ് ഫില്ലിംഗ് സ്റ്റേഷൻ, ഡൽഹി ബൈപ്പാസ്, റോത്തക് എന്ന പേരിലുള്ള ഒരു പുക പരിശോധന കേന്ദ്രത്തിന്റെ പേരിലാണ്. റോഡരികിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് വാഹനം പരിശോധിച്ചാലും ഈ സർട്ടിഫിക്കറ്റ് പരിവാഹൻ സൈറ്റിൽ അതേപടി കാണും. അതുകൊണ്ട് പോലീസിന് ഒരു നടപടി എടുക്കാനും കഴിയില്ല. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയ വഴിയാണ് നിയമവിരുദ്ധം. കാരണം വീടിന്റെ മുറ്റത്ത് കാർ പോർച്ചിലിട്ടും ഒരു വാഹന പുക പരിശോധന കേന്ദ്രത്തിൽ കൊണ്ടുപോകാതെയും നമ്മുടെ വാഹനത്തിന് പുക പരിശോധന സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാം. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഓളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്. റിപ്പോർട്ടർ സുനിൽ തോമസ് ഉണ്ട്. ഒരു വാഹന പുക പരിശോധന കേന്ദ്രത്തിൽ സിനോജ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുനോജ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ പുറത്തുവിട്ട ഈ വാർത്ത ഞെട്ടിക്കുന്ന കാര്യം, ഇതിൽ പരിവാഹൻ സൈറ്റിലും ഈ റാക്കറ്റിന് കൃത്രിമം നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലിട്ടാൽ മതി വാഹനം, അതിൻ്റെ ഒരു ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്യുക, വീഡിയോ ഒക്കെ അവർ നിർമ്മിച്ചോളും. അവരുടെ വാഹനമാണ് ഈ പുക പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്നത്. നമ്മുടെ വാഹനത്തിന്റെ പുക പരിശോധിക്കാതെ അവർ നേരത്തെ തയ്യാറാക്കിയ വാഹനത്തിന്റെ പുക പരിശോധിച്ച് നമ്മുടെ വാഹനത്തിന്റെ പേരിൽ പാതി നിരക്കിലാണ് നമുക്കിപ്പോൾ ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഈ റാക്കറ്റ് വളരെ സജീവമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. RTOയ്ക്ക് തന്നെ ഈ തട്ടിപ്പ് ബോധ്യപ്പെട്ടിട്ടുണ്ടോ സിനോജ്? അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടിട്ടുണ്ട്. കാരണം ആദ്യമേ തന്നെ പറയട്ടെ, ഒരു പുക പരിശോധന എങ്ങനെ ഒരു രാജ്യത്തിന്റെ സുരക്ഷ ബാധിക്കുന്ന സംശയം കുറച്ചു പേർക്കിൽ ഉണ്ടാവും. അതിലേക്ക് ആദ്യം തന്നെ വരാം. അതായത് ഡൽഹി സ്ഫോടന സമയത്ത് തീവ്രവാദികൾ ഉപയോഗിച്ച കാറുമായും ഡൽഹിയിലെ പുക പരിശോധന കേന്ദ്രത്തിൽ എത്തിയിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണ ഏജൻസികൾ കിട്ടിയിരുന്നു. പക്ഷേ ആ തീവ്രവാദി സംഘം ആ വാഹനത്തിന്റെ RC ബുക്കുമായി ലിങ്ക് ചെയ്ത നമ്പറല്ല പുക പരിശോധന കേന്ദ്രത്തിൽ നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിർദ്ദേശപ്രകാരമാണ് RC ബുക്കുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് പരിവാഹൻ സൈറ്റിൽ നിന്ന് OTP ലഭിച്ചാൽ മാത്രം വാഹനത്തിന്റെ പുക പരിശോധന നടത്താനുള്ള നിർദ്ദേശം കർശനമാക്കി നൽകിയത്. അങ്ങനെയാണ് ഈ മാസം 17 മുതൽ വാഹന പുക പരിശോധന നടത്തി വരുന്നത്. അത് അട്ടിമറിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വാഹനം നേരിട്ട് കാണാതെ പരിശോധന നടത്താതെ
ഒരു OTP പോലും വരാതെ നമ്പർ പോലും ഇല്ലാതെ തന്നെ ഒരു ചിത്രം വെച്ചുകൊണ്ട് മാത്രം പുക പരിശോധന നടത്തി കൊടുക്കുന്നത്. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിലുള്ള ഒരു വാഹന പുക പരിശോധന കേന്ദ്രത്തിലാണ്. ഇവിടെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ മിനിമം 5 മിനിറ്റെങ്കിലും എടുത്താൽ മാത്രമേ ഒരു വാഹനത്തിന് പുക പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയുള്ളൂ. PUC സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുന്നത്, പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വാഹനത്തിന്റെ 3 തരത്തിലുള്ള ചിത്രങ്ങൾ എടുക്കണം. അതായത് വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഉള്ള ചിത്രം എടുക്കണം, ഈ പുക പരിശോധന കേന്ദ്രത്തിന് മുൻപിൽ വാഹനം കിടക്കുന്ന കേന്ദ്രം ഉൾപ്പെടെയുള്ള ഈ ചിത്രം എടുക്കണം. മൂന്നാമത് 5 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ കൂടി വേണം. അതായത് വാഹനം ഈ കേന്ദ്രത്തിന് മുന്നിൽ കിടക്കുന്ന ഒരു 5 സെക്കൻഡുള്ള വീഡിയോ കൂടി അപ്ലോഡ് ചെയ്താൽ മാത്രമേ അത് പരിവാഹൻ സൈറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ 3 കാര്യം ചെയ്താൽ മാത്രമാണ് മുന്നോട്ട് നീങ്ങാൻ പറ്റുക. അതോടൊപ്പം തന്നെ RC ബുക്കുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ പരിവാഹൻ സൈറ്റിൽ ഈ വാഹനത്തിൽ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് സൈലൻസറിൽ ആ മിഷൻ വെച്ചുകൊണ്ട് എഞ്ചിനിൽ മിഷൻ വെച്ചുകൊണ്ട് പുക പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ പരിവാഹൻ സൈറ്റിൽ ഈ പുക പരിശോധന നടത്താൻ കഴിയുള്ളൂ. പക്ഷേ ഇതൊക്കെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് നമ്മൾ ഒരു വാഹനത്തിന്റെ ചിത്രം മാത്രം അയച്ചു കൊടുത്താൽ മിനിറ്റുകൾക്കകമാണ് ഇവർ ആ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് നമ്മുടെ മൊബൈലിലേക്ക് അയച്ചു നൽകുന്നത്. സാമ്പത്തിക ഇടപാട് അവിടെ നടക്കുന്നുണ്ട്. അതായത് കേരളത്തിൽ ഒരു ബൈക്കിന് 80 രൂപയാണെങ്കിൽ വെറും 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ബൈക്കിന്റെ PUC സർട്ടിഫിക്കറ്റ് എടുത്തു തരുന്നു. കാറിനാണെങ്കിൽ വെറും 50 രൂപ നൽകിയാൽ മതി. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ഇന്നലെ ടെസ്റ്റ് ചെയ്ത കാർ നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. ഇവിടെയുള്ള കൃഷ്ണേട്ടാ ഒന്ന് വരും. അതായത് നമുക്ക് നമ്മുടെ വാഹനം ഇന്നലെ പരിശോധിച്ച വാഹനം നമുക്ക് ഇതൊന്ന് പോസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മളൊരു ചിത്രം മാത്രമാണ് കൊടുത്തത്, അത് പരിവാഹൻ സൈറ്റിൽ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത് നോക്കാം. അതായത് നമ്മൾ കൊടുത്ത ഒരു ഇമേജ് അവർ പരിവാഹൻ സൈറ്റിൽ എങ്ങനെ അത് വീഡിയോ ആയി ചിത്രീകരിച്ചു. കാരണം നമ്മുടെ കാറ് കോഴിക്കോട് നഗരത്തിലിട്ടാണ് നമ്മൾ കൊടുത്തത്. അത് എങ്ങനെയാണ് ആ ഡൽഹിയിലുള്ള ഹരിയാനയിലുള്ള ഒരു പൊല്യൂഷൻ സെന്ററിന് മുൻപിൽ കിടക്കുന്ന രീതിയിൽ അവർ വീഡിയോ ആക്കി പരിവാഹൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതായത് ഒന്നുകൂടെ പ്ലേ ആവോ? ഇതാണ് നമ്മുടെ കാറിന്റെ നമ്പർ, ഇതാണ് നമ്മൾ കൊടുത്ത ചിത്രം. ആ ചിത്രവും അവരുടെ പൊല്യൂഷൻ സെന്ററാണ്, ഇത് പുക പരിശോധന സെന്ററാണ്. ആ സെന്ററിന്റെ വീഡിയോ കൂടെ ചേർത്ത് മെർജ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഉണ്ടാക്കി അവർ അപ്ലോഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്നത്. ഇതൊക്കെ തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നതാണ്. പുക പരിശോധന കേന്ദ്രത്തിന്റെ ദൃശ്യമാണ്, ഹരിയാനുള്ള കേന്ദ്രമാണ്. ഈ കേന്ദ്രത്തിന്റെ പേരിലാണ് നമുക്ക് ഈ പുക പരിശോധന സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. കൃഷ്ണേട്ടാ, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത്? പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ? കാരണം ഇവിടെ വരുന്ന ഓരോ വണ്ടിക്കാരെ 5, 6, 10 മിനിറ്റ് എടുത്തുകൊണ്ടാണ് ഇത് പരിശോധന നടത്തുന്നത്. അത് ഈ ഡ്യൂപ്ലിക്കേറ്റ് സോഫ്റ്റ്വെയർ ആണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയും പരമോന്നത സോഫ്റ്റ്വെയറിൽ, പരിവാഹൻ സോഫ്റ്റ്വെയറിൽ ഇങ്ങനെ നുഴഞ്ഞു കയറുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ സോഫ്റ്റ്വെയറിൻ്റെ അപാകത തന്നെയാണ്. കാരണം നമ്മളെ ഇത്രയും ഈ കഷ്ടപ്പെട്ടിട്ട് ഒരു വണ്ടീൻ്റെ 2 ഫ്രണ്ട് എന്നുള്ളൊരു ഫോട്ടോ, അല്ലെങ്കിൽ നമ്പർ ബോർഡ് ഫോട്ടോ, പിന്നെ വെഹിക്കിൾ വിത്ത് സെൻറ്റർ, പിന്നെ വെഹിക്കിൾ വിത്ത് സെൻറ്ററിൻ്റെ 5 സെക്കൻഡ് വീഡിയോ വരെ എടുത്ത്, അതുപോലെ OTP കിട്ടിയാലേ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്നും കിട്ടാത്ത ആളുകൾ ചിലപ്പോൾ ഈ ഓണർമാർ സ്ഥലത്തില്ലായിട്ടോ അല്ലെങ്കിൽ അപ്ഡേഷൻ നടക്കാതെ, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തതോ ആയ വാഹനങ്ങളായിരിക്കും ഇതിൽ വന്നിട്ടുണ്ടാകുക. അപ്പോൾ അവരിത് ഇതിൽ ചിലപ്പോൾ ഏജൻറ്റുമാരുടെ ഒരു ഉണ്ടാവാൻ സാധ്യതയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കാണുന്നത്. പിന്നെ ചില സെൻറ്ററുകാരുടെ ചിലപ്പോൾ ഇതിപ്പോൾ എല്ലാ സെൻറ്ററുകാർക്കും ഈ ഹരിയാനയിൽ നിന്ന് മെസ്സേജുകൾ വരുന്നുണ്ട്. എനിക്ക് പോലും വന്നു മെസ്സേജ് കിട്ടിയായിരുന്നു. അത് അവർ ഗൂഗിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മലയാളത്തിലാക്കിയെന്ന് അതിൻ്റെ അത് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പല സെൻറ്ററുകാരും ചിലപ്പോൾ ഇത് മെസ്സേജിൽ എന്താ പറയുന്നത്? മെസ്സേജിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ഫോട്ടോ അയച്ചു തന്നാൽ മതി. 2 വീലറാണെങ്കിൽ 30 രൂപ, 4 വീലറാണ് 50 രൂപ. ഇത് അയച്ചുകൂടെ വിതിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ അവരവിടെ ഇത് ക്രിയേറ്റ് ചെയ്ത് നമ്മളെ വാട്സപ്പിൽ അയച്ചു തന്നു. അയച്ചു തന്നതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് അടച്ചാൽ മതി. അപ്പോൾ അത്തരത്തിലുള്ള 1-2 ഇതിനു വേണ്ടി നമ്മൾ ചെയ്തു നോക്കിയപ്പോൾ അത് വളരെ സക്സസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ചില ആളുകൾ ഇതിൽ വീണ് പോയിരിക്കാം. അപ്പോൾ അതിൽ ശക്തമായ നടപടി നമ്മളെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും ഇതിന് നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഇത് നിർത്തലാക്കാൻ കഴിയുള്ളൂ. നമ്മളെ പല സ്റ്റേറ്റുകളിലും ഇത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ലിസ്റ്റ് ഇന്നലെ കണ്ടപ്പോൾ അതിൽ ഹരിയാനയുണ്ട്, UP ഉണ്ട്, വലിയ പല സ്റ്റേറ്റുകളിലും. അത് നമ്മൾ കറക്റ്റായിട്ട് നടക്കുന്ന നമ്മളുടെ ഈ സ്ഥാപനത്തിന്, ഈ കേരളത്തിന് തന്നെ ഈ ഒരു വലിയൊരു മാറ്റം സംഭവിക്കും. കാരണം ആളുകൾ അതിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഗവൺമെൻറ് എന്താണോ ഉദ്ദേശിച്ചത് ആ ഒരു ലെവലിലേക്ക് എത്തില്ല. കാരണം ഓണറെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് OTP കൊണ്ടുവന്നത്. ഇപ്പോൾ ഓണർ ഇല്ലാത്ത അവസ്ഥയിലൊക്കെയുള്ള OTP ഇല്ലാതെ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന. അരുകുമാർ, അതായത് ഒരു വാഹനം ഒരു ക്രിമിനൽ കുറ്റത്തിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സാധാരണ പഴയ വാഹനമാണെങ്കിൽ 6 മാസത്തിലൊരിക്കൽ പുക പരിശോധിക്കണം. പുതിയ വാഹനമാണെങ്കിൽ 1 വർഷത്തിലൊരിക്കൽ പുക പരിശോധിക്കണം. അങ്ങനെയെങ്കിൽ RC ബുക്കുമായി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യണമെന്ന് നിർബന്ധമാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു വാഹനം കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അന്വേഷണ ഏജൻസികൾ സുഖമായിട്ട് ആ വാഹനത്തിന്റെ RC ഉടമയെ കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇത്തരത്തിൽ OTP നിർബന്ധമാക്കണമെന്ന് പറഞ്ഞത്. അതായത് ഇതാണ് നമ്മുടെ വാഹനത്തിന്റെ പുക പരിശോധന, ഈ ഹരിയാനയിൽ നിന്ന് എടുത്തതാണ്.
ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ സർട്ടിഫിക്കറ്റും ഏത് സംസ്ഥാനം എടുത്താലും സർട്ടിഫിക്കറ്റ് ഒറ്റ നോട്ടത്തിൽ ഒരേപോലെ തോന്നും. പക്ഷേ ഇത് ഏത് സംസ്ഥാനത്തിനാണെന്ന് തിരിച്ചറിയാൻ ഒറ്റ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ. അതായത് PUC കോഡ്, പൊല്യൂഷൻ കൺട്രോൾ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് HR 0460031 ഇതാണ് ആ സെന്ററിന്റെ കോഡ് എന്ന് പറയുന്നത്. കേരളമാണെങ്കിൽ KL ആയിരിക്കും. ഇത് ഹരിയാന ആയതുകൊണ്ട് HR കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഓരോ സംസ്ഥാനത്തിനും 2 ഡിജിറ്റ് വെച്ചുള്ള കോഡാണ് കൊടുക്കുന്നത്. ഇത് മാത്രമാണ് തിരിച്ചറിയാനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത്. ഇപ്പോൾ വഴിയിൽ വെച്ച് പോലീസ് വണ്ടി തടഞ്ഞു നിർത്തി പുകയുടെ സർട്ടിഫിക്കറ്റ് എടുക്കുമെന്ന് പറഞ്ഞാൽ ഇതാണ് എടുത്തു കൊടുക്കുക. പക്ഷേ പോലീസുകാർ പോലും ഇത് നോക്കില്ല. ആദ്യം നോക്കുന്നത് വാലിഡിറ്റി അപ് ടു 25/11/2026 ഒരു വർഷത്തെ വാലിഡിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കും. ഇത് എവിടെ നിന്ന് എടുത്തു, ആരെടുത്തു തുടങ്ങിയ കാര്യങ്ങളൊന്നും പരിശോധിക്കാറില്ല. ഈ ഡേറ്റ് മാത്രം നോക്കി പോലീസ് കടത്തി വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പോലീസും കൃത്യമായി വാഹനങ്ങൾ പുക പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് എടുത്തു, കേരളത്തിൽ ഓടുന്ന വണ്ടി എങ്ങനെ ഹരിയാനയിൽ പോയി പുക പരിശോധിച്ചു എന്നൊരു ചോദ്യം ചോദിച്ചാൽ മാത്രം മതി ഇതിന്റെ തട്ടിപ്പ് പുറത്തു വരും. ഏതായാലും പോലീസും മോട്ടോർ വാഹന വകുപ്പും കാര്യമായി ഇടപെടേണ്ടതാണ്. ഒപ്പം കേന്ദ്ര സർക്കാർ ഇടപെടേണ്ടതാണ്. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററാണ് പരിവാഹൻ സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവരും ഇടപെടേണ്ടതാണ്. കാരണം ഈ സൈറ്റ് ഹാക്ക് ചെയ്തുകൊണ്ടാണ് സെക്കൻഡുകൾക്കകം തന്നെ ഈ സർട്ടിഫിക്കറ്റ് PDF ആയി വാട്സപ്പിൽ അയച്ചു നൽകുന്നത്. നമ്മുടെ വീടിന്റെ മുറ്റത്തിട്ടുകൊണ്ട് നമ്മുടെ വാഹനത്തിനല്ല, ഏത് വാഹനത്തിന്, റോഡിലൂടെ പോകുന്ന ഒരു വാഹനത്തിന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ പോലും അതിന്റെ പൊല്യൂഷൻ കൺട്രോൾ സർട്ടിഫിക്കറ്റ് ഈ രീതിയിൽ വാട്സപ്പിൽ നമുക്ക് വാങ്ങാൻ കഴിയും. അരുകുമാർ, ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് സുനിൽ തോമസ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളെ ഇങ്ങനെ ഏതെങ്കിലും തട്ടിപ്പ് സംഘങ്ങൾ സമീപിക്കുകയാണെങ്കിൽ അത് ഒരു കാരണവശാലും നിങ്ങൾ ഇതിന് നിന്നുകൊടുക്കരുത്. കാരണം ഇത് വലിയ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയം കൂടിയാണ്. ദില്ലി ചെങ്കോട്ട സ്ഫോടനത്തിൽ ഉപയോഗിച്ച കാർ, ഉമർ നബി ഉപയോഗിച്ച കാറ്, ആ കാർ ഒരു പൊല്യൂഷൻ സെന്ററിൽ പോയി പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന്റെ വെളിച്ചത്തിലാണ് അതിനെ പിടികൂടുന്നത്. പക്ഷേ ഇങ്ങനെ വ്യാജമായിട്ട് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്ന സംഘങ്ങൾ കേരളത്തിലും സജീവമാണ്. നിങ്ങളുടെ വാഹനത്തിന്റെ അല്ല പൊല്യൂഷൻ എടുക്കുന്നത്, നിങ്ങളുടെ വാഹനം അവിടെ കൊണ്ടിട്ടാൽ മതി. അവർ ഏതെങ്കിലും ഒരു കാറിന്റെ, അവർ നേരത്തെ തയ്യാറാക്കിയിട്ടിരിക്കുന്ന അവരുടെ കാറിന്റെ പൊല്യൂഷൻ എടുത്ത് നിങ്ങളുടെ പൊല്യൂഷനാക്കി വീഡിയോയും ഒപ്പം ദൃശ്യങ്ങളും പകർത്തി നിങ്ങൾക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകും. എളുപ്പമാണെന്ന് കരുതി കൊണ്ടുപോകരുത്. ഇത് പിന്നീട് വലിയ കുരുക്കായി മാറുന്ന സാഹചര്യമാണ്. സുനിൽ തോമസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വ്യാജ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റുകൾ, അതും പരിവാഹൻ സൈറ്റിൽ കൃത്രിമം നടത്താൻ ശേഷിയുള്ള ഒരു റാക്കറ്റ് ഇവിടെ സജീവമാണ്. കേരളത്തിന് പുറത്ത് ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങളിലെ ഓഥറൈസ്ഡ് പുകപരിശോധനാ കേന്ദ്രങ്ങളിലെ സംഘങ്ങളാണ് കേരളത്തിലെ ചിലരുമായി ചേർന്ന് ഈ വലിയ റാക്കറ്റ് നടത്തുന്നത് എന്നതാണ് സിനോജിന്റെ കണ്ടെത്തൽ.